Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 1ാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവ ഖിറാഅത്ത് പരീക്ഷയുടെ വായനാ പരീക്ഷയുടെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മുമ്പ് വേറൊരു ചോദ്യപേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ചാനൽ പോയിട്ട് കാണുക. 1ാമത്തെ വർക്ക് ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പദങ്ങൾ വായിച്ചു ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. താഴെ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് തൊട്ട് കാണിക്കണം. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ആദ്യം പദങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരാറുള്ള ആക്ടിവിറ്റികളാണ്. ഇടത് സൈഡിൽ ഒരു കള്ളിയിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ പദങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് അതെന്താണെന്ന് നമുക്കറിയാലോ. അതിൻ്റെ അർത്ഥം ഇതിലുണ്ട്, എന്താണത് സാധനം എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെ 1ാമത്തേത് എന്താണ്? 1ാമത്തേത് സ്വഹ്നുൻ എന്നാണ്. സ്വഹ്നുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തളികയാണ്. സ്വഹ്നു എന്ന് പറഞ്ഞാൽ പാത്രം, തളിക. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് അവിടെ തളിക ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിങ്ങാണ്ട് അവിടെ നമ്പർ ഇടുകയാണ്. 1 സ്വഹ്നുൻ, തളിക. ഇനി 2ാമത്തേത് എന്താ? ഇവിടെ 2ാമതായിട്ട് വന്നിട്ടുള്ളത് ഐനുൻ എന്നാണ്. ഐനുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാണ്. കണ്ണിലെ ഐനുൻ, കണ്ണ് പഠിച്ചല്ലോ. അപ്പോൾ കണ്ണവിടെ എന്താ? 2ാമത്തെ ചിത്രം കണ്ണാണ്. അപ്പോൾ കണ്ണ് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുക. അതേ ഇരിക്കാം. പരീക്ഷയ്ക്ക് അധികം അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ 2 ഐനുൻ എന്നുള്ളതാണ് കണ്ണ്. പിന്നെ മൂന്നാമത്തേത് എന്താ വായിക്കുക? തൊബീബുൻ എന്നാണ് വായിക്കുക. തൊബീബുൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. തൊബീബുൻ, ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ ചിത്രങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഡോക്ടർ ചിത്രം അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഏത്? തൊബീബുൻ. ഇപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കണ്ട് ഞാനവിടെ 3 എന്ന് എഴുതാനുണ്ട്. 3ാമത്തേതാണല്ലോ തൊബീബുൻ എന്നുള്ളത്. അത് ഇതാണ്. ഇനി അടുത്ത വാക്ക് ഏതാണ്? അടുത്ത വാക്ക് നോക്കൂ. ഹാത്തിഫുൻ എന്നാണ് 4ാമത്തേത്. ഹാത്തിഫുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെലിഫോണാണ്. അവിടെ ഉണ്ട് ടെലിഫോണ്. അപ്പോൾ ടെലിഫോണിൻ്റെ ചിത്രമാണ് അവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. ഹാത്തിഫുൻ തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഇവിടെ തൊട്ട് കാണിച്ചു കൊടുക്കുക. ഹാത്തിഫുൻ, അതാണ് 4ാമത്തേത്, ടെലിഫോൺ. ഇനി 5ാമത്തേത് ഷെലീക്കുൻ എന്നാണ്. ഷെലീക്കുൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം സ്ട്രോബെറി ആണല്ലേ. ഷെലീക്കുൻ, സ്ട്രോബെറി. ഇപ്പോൾ എവിടെ തൊട്ട് കാണിച്ചു കൊടുക്കുക? അതാണ് ഷെലീക്കുൻ. ഇവിടെ ഉണ്ട് സ്ട്രോബെറി. അപ്പോൾ 5ാമത്തേത് ഷെലീക്കുൻ അല്ലേ? എവിടെ ഷെലീക്കുൻ? ഷെലീക്കുൻ, സ്ട്രോബെറി. അപ്പോൾ അതാണ് 5ാമത്തേത് ഷെലീക്കുൻ, സ്ട്രോബെറി. സ്വഹ്നുൻ, തളിക. ഐനുൻ, കണ്ണ്. തൊബീബുൻ, ഡോക്ടർ. ഹാത്തിഫുൻ, ടെലിഫോണ്. ഷെലീക്കുൻ, സ്ട്രോബെറി അല്ലേ? ഇനി അടുത്ത 2ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ബോർഡിലെ പദങ്ങൾ വായിക്കാം. ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പദങ്ങളുണ്ട്. അത് വായിച്ചു കൊടുക്കാനാണ് വേണ്ടത്. അങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. 1ാമത്തേത് വായിക്കുന്നതിന് മുമ്പേ നേരത്തെ പറഞ്ഞിരുന്നു, ഒറ്റയടിക്ക് വായിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ വായിക്കാം. അല്ലാത്തവർ ഓരോ അക്ഷരങ്ങൾ വായിച്ചിട്ട് പിന്നെ അത് 3ഉം കൂടി കൂട്ടി, എത്ര അക്ഷരങ്ങളാണുള്ളത് അത് കൂട്ടിയിട്ട് ഒരു വാക്കായിട്ട് വായിക്കുക. ഫസ്റ്റ് നോക്കൂ. നോ എന്നാണ്. അപ്പോൾ എങ്ങനെ കൂട്ടി വായിക്കും? മംനൂൻ എന്നാണ് കൂട്ടി വായിക്കുക. മംനൂൻ, നൂന്ന് നീട്ടാണ്ട് ശ്രദ്ധിക്കണം. അടുത്തത് ഫുലുൻ. എങ്ങനെ കൂട്ടി വായിക്കും? ഫുൽഫുലുൻ എന്ന് കൂട്ടി വായിക്കാം. പിന്നെ 3ാമത്തേത് ഉസ്ലൂബുൻ എന്നാണ്. അതെങ്ങനെ കൂട്ടി വായിക്കും? ഉസ്ലൂബ് എന്നാണ്
അല്ലേ? ഉസ്ലൂബുൻ. ശ്രദ്ധിക്കേണ്ടത് ഈ ലാമ് കഴിഞ്ഞിട്ട് ലൂന്ന് നീട്ടാണ്ട് ഉസ്ലൂബിൻ എന്ന് വായിക്കരുത്, ഉസ്ലൂബുൻ. 3 എണ്ണമായി. നാലാമത്തെ എന്താ വായിക്കുക? സൗ അത്തുൻ എന്നാണ് വായിക്കുക, അല്ലേ? സൗ അത്തുൻ, സൗ അത്തുൻ എന്ന് വായിക്കാം. അഞ്ചാമത്തത് എന്താണ്? ഫല നീട്ടാണ്ട് പിന്നെ ഹൻ. അപ്പോൾ എങ്ങനെ? ഫലാഹൻ. അഞ്ചാമത്തത് ഫലാഹൻ, അങ്ങനെ വായിക്കാം. പിന്നെ ആറാമത്തത് എന്താണ്? ഫഖീറുൻ, ഫഖീറുൻ എന്ന് വായിക്കാം, ഫഖീറുൻ. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ വരുമ്പോൾ ഈ വാക്കുകളിന് വന്നോളന്നില്ല. പുസ്തകത്തിൽ 100 കണക്കിൽ വാക്കുകളുള്ളതാണ്. ഏതും വരാം, ഏത് വാക്ക് വന്നാലും ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ വായിച്ച് അത് കൂട്ടി പിന്നെ ആ വാക്ക് വായിക്കുമ്പോൾ തെറ്റുകളൊന്നും സംഭവിക്കില്ല. ഒറ്റയടിക്ക് വായിക്കാൻ കഴിയാത്ത കുട്ടികളോടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മംനൂൻ, ഫുൽഫുലുൻ, ഉസ്ലൂബുൻ, സൗഅത്തുൻ, ഫലാഹൻ, ഫഖീറുൻ, ഇതൊക്കെയാണ് വാക്കുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് എന്താണ്? വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നാണ്. വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനാണ്. എന്താണ് ഒന്നാമത്തേത്? സിമ്പിളാണ്. ഇതൊക്കെ ചില വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ പേപ്പറിലും ഈ പേപ്പറിൻ്റെ ഫസ്റ്റൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? ഹാഫിളു എന്ന് പറയുന്നുണ്ട്, ലാസ്റ്റ് നാന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതി തരാണ്. ഏതല്ല വേണ്ടത്? വായിക്കന്നെ വേണം. ഇവിടെ ഹാഫിളൂന എന്നാണ് വായിക്കല്ലേ? ലോൻ്റെ പിന്നെ ലൊമ്മിനെ നീട്ടാൻ വാവ്, ഹാഫിളൂന. അടുത്തത് സം ഡാഷ് മ, എല്ലാവർക്കും അറിയാം ഏതാണ്? സംസമ എന്നാണ്, സംസമ. പിന്നെ അടുത്തത് ഇസ് എന്നുണ്ട്. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. മൂന്നാമത്തത് ഇസ് ഡാഷ് മുൻ. ഇപ്പം എങ്ങനെ വരിക? ഇസ്ലാമുൻ എന്നാണ് വരിക. ലാന്ന് ചേർത്ത് കൊടുത്താൽ മതി, ഇസ്ലാമുൻ. അതങ്ങനെ വായിക്കാം. നാലാമത്തത് എന്താണ്? ഷരിബത്തു ഡാഷ് എൻ. അപ്പോൾ ഇവിടെ ഏതാണ്? ഇവിടെ ചേർത്ത് നമ്മൾ വായിക്കൊണ്ടത് മാ എന്നാണ്. ഷരിബത്തു മാ എൻ എന്നാണുള്ളത്. ഇനി അഞ്ചാമത്തത് മുബത്ത ഡാഷ് കും. എന്താണ്? മുബത്തലീക്കും എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്, മുബത്തലീക്കും അങ്ങനെ എഴുതാം. അഞ്ചാമത്തത് മുബത്തലീക്കും. ആറാമത്തത് മർ ഡാഷുറുൻ, മർ ഡാഷുറുൻ. എന്താണ് അവിടെ ചേർക്കേണ്ടത്? സിമ്പിളാണ്, ഒരു മാ എന്നുള്ള അക്ഷരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായി? മർമറുൻ എന്നായി. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വായിക്കാം. ഹാഫിളൂന, സംസമ, ഇസ്ലാമുൻ, ഷരിബത്തു മാഅൻ, മുബ്തലീക്കും, മർമറുൻ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ എന്താണ്? പദങ്ങൾ ശ്രദ്ധയോടെ വായിക്കാം. ശ്രദ്ധയോടെ വായിക്കുക എന്ന് പറയുമ്പോൾ ആ പദത്തിൽ എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സാധാരണ പദങ്ങൾ പോലെയല്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. ഇതെന്താണ്? ആദ്യത്തേത് വായിക്കുക. ഒന്നാമത്തത് എന്താണ് വായിക്കുക? അല്ലാഹുമ്മ എന്നാണ് വായിക്കുക, അല്ലേ? അല്ലാഹുമ്മ. അള്ളാഹ് എന്ന് എഴുതി കണ്ടത് മനസ്സിലാവുമല്ലോ. അല്ല എന്നൊന്നും വായിക്കരുത്, അല്ലാഹുമ്മ. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് അലമ എന്നല്ല. ഇത് പ്രത്യേകം നമ്മൾ പഠിച്ചിട്ടുണ്ട് പാഠത്തിൻ്റെ അവസാന ഭാഗത്ത്. ഇത് ഖുർആനിലെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? ഫസ്റ്റത്തത് അലിഫാണ്, ഫസ്റ്റത്തെ അക്ഷരം അലിഫ്, പിന്നെ ലാം, പിന്നെ മീം. അപ്പോൾ അതിൽ ലാമും മീമും ഒന്ന് നീട്ടിയിട്ട് വേണം പറയാൻ. ലാമും അതേപോലെ തന്നെ മീമും ഒന്ന് നീട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പറയും, അലിഫ് ലാം മീം എന്നാണ്. അലിഫ് ലാം മീം, അതങ്ങനെ വായിക്കാം. പിന്നെ അടുത്ത് എങ്ങനെ വായിക്കാം? മൂസ, മൂസ, മൂസ. സാധാരണ അലിഫാണ് വേണ്ടത്, ഇവിടെ യാ ആണെന്ന് വിചാരിച്ചിട്ട് മൂസി എന്ന് വായിക്കരുത്, മൂസ എന്ന് തന്നെ വായിക്കാം. അടുത്ത എന്താണ്? ഒരു ആയത്തിൻ്റെ ഭാഗം, ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ വായിക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ വായിക്കാം. ജസ്റ്റ് ഒന്നും കൂടി വായിച്ചു തരാം. ഒന്നാമത്തത് അല്ലാഹുമ്മ, രണ്ടാമത്തത് അലിഫ് ലാം
എന്നാണ്. മൂന്നാമത്തത് മൂസ. നാലാമത്തത് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി അടുത്തത് എന്താണ്? അക്ഷരങ്ങൾ വായിക്കാം എന്നാണ്. അക്ഷരങ്ങൾ വായിക്കാം. ഇവിടെ ഒരു 5-6 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേപോലെ തോന്നുന്ന അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, ഒരേപോലെ. അപ്പോൾ ഇത് രണ്ടും നോക്കൂ, ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ അക്ഷരമാണ്, പുള്ളി കൊണ്ടേ വ്യത്യാസമുള്ളൂ. അടുത്തത് രണ്ടും അതേപോലത്തെ ഒരേപോലത്തെയാണ്, പുള്ളി കൊണ്ടേ വ്യത്യാസമുള്ളൂ. അടുത്തത് രണ്ടും ഒരേപോലത്തെയാണ്, പുള്ളികളിൽ മാറ്റമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വായിക്കാൻ. ഫസ്റ്റത്തത് ഏതക്ഷരമാണ്? ഏതാണ് ഫസ്റ്റത്തെ അക്ഷരം? സ്വാദാണ് അല്ലേ? സ്വാദ്. സ്വാദ് എന്നാണ് പറയുക, സ്വാ അല്ല. ത്വാ ഉള്ളത് ത്വാദുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത്. സ്വാദ്, അതാണ് ഒന്നാമത്തത്. പിന്നെ അടുത്തത് ലാദ്. ഇത് രണ്ടും അങ്ങോട്ടും മാറരുത്. സ്വാദ് പുള്ളിയില്ലാത്തത്, ലാദ് പുള്ളിയുള്ളത്. സ്വാദ്, ലാദ്. പിന്നെ ഐൻ പുള്ളിയില്ലാത്തത്, ഐനാണ്. തൊണ്ടൻ്റെ നടുവെന്നാണ് പറയേണ്ടത്, ഐൻ. പിന്നെ അടുത്തത് ഗൈനാണ്, തൊണ്ടൻ്റെ മുകളിൽ നിന്നാണ് പറയേണ്ടത്, ഗൈൻ. ഐൻ, ഗൈൻ. പിന്നെ അടുത്തത് ഖാഫ്, ഖാഫാണ്, ഖാഫ്. പിന്നെ ലാസ്റ്റത്തെ അല്ല കാഫാണ്, കാഫ്. ഖാ, കാ. അപ്പോൾ രണ്ടിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നും കൂടി പറയാം. സ്വാദ്, ലാദ്, ഐൻ, ഗൈൻ. ഇവിടെ ഗൈൻ ഉണ്ട്, മറക്കണ്ട. ഗൈൻ, ഖാഫ്, പിന്നെ കാഫ്, കാഫ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.